Hello everyone, welcome back to my video. ഇന്ന് നമുക്ക് CPT മെഡിസിൻ ചാപ്റ്ററിലെ ESRD സർവീസസ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് സർവീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡയാലിസിസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. സോ അതിൻ്റെ അണ്ടറിൽ 3 സബ്സെക്ഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഹീമോഡയാലിസിസ്, സെക്കൻഡ് വൺ മിസലേനിയസ് ഡയാലിസിസ് പ്രൊസീജിയേഴ്സും തേർഡ് വണ്ണാണ് എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് സർവീസസ്. സോ അതിൽ കോഡുകൾ വരുന്നത് 90951 to 90970 ആണ്. സോ ESRD എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ഔട്ട് പേഷ്യൻ്റ് ആണ്. അതായത് ESRD സർവീസസ് ഫോർ ഔട്ട് പേഷ്യൻ്റ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ESRD ഫോർ ഇൻ പേഷ്യൻ്റ്, അതുപോലെ തന്നെ ഇൻ പേഷ്യൻ്റ് നോൺ ESRD, അതുപോലെ ഔട്ട് പേഷ്യൻ്റ് നോൺ ESRD ഇത്രയും കേസുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. സോ ഇവിടെ ESRD ഔട്ട് പേഷ്യൻ്റ് സർവീസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡയാലിസിസിനൊക്കെ വേണ്ടിയിട്ട് ഡയാലിസിസ് യൂണിറ്റുകൾ പല സ്ഥലത്തും അവൈലബിൾ ആണ്. സോ ഈ ഒരു ഡയാലിസിസ് സെൻറ്ററിൽ അല്ലെങ്കിൽ ഡയാലിസിസ് യൂണിറ്റിൽ പോയി ഡയാലിസിസ് ചെയ്യുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക, ആ ഒരു ടൈപ്പ് ഓഫ് പേഷ്യൻസിനെയാണ് ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുന്നത്. ഇൻ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി എത്ര ഡയാലിസിസ് ഉണ്ടോ അത്രയും ഡേയ്സ് ഡയാലിസിസ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഔട്ട് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ പേഷ്യൻസിന് ESRD സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ അവർക്ക് ആദ്യമൊക്കെ ഒരു വൺസ് പെർ മന്തൊക്കെ ആവശ്യമായിട്ട് വരുള്ളൂ, ഡയാലിസിസ് ആവശ്യമായിട്ട് വരുള്ളൂ. പിന്നെ അത് വീക്ക്ലി ആവാം, പിന്നെ ഡെയിലി ആവാം. അങ്ങനെയുള്ളതൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ തന്നെ ഡയാലിസിസ് ഉള്ള ഡെയിലി ഈ ഡയാലിസിസ് സെൻറ്ററിൽ പോവുക, ഡയാലിസിസ് എടുക്കുക, തിരിച്ച് വീട്ടിലേക്ക് പോവുക. പിന്നീട് ഡയാലിസിസ് ഉള്ള ഡെയിലി പിന്നെയും അങ്ങനത്തെ സർവീസസ് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് എന്ന് പറയുന്നത്. സോ ESRD ഔട്ട് പേഷ്യൻറ്റ് റിഫേഴ്സ് ടു പേഷ്യൻറ്റ്സ് റിസീവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ESRD ഔട്ട്സൈഡ് ഓഫ് എ ഹോസ്പിറ്റൽ സെറ്റിംഗ്. ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ലാതെ പുറത്തുനിന്ന് ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റുകളോ സെൻറ്ററോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ESRDക്ക് വേണ്ടിയിട്ട് ഡയാലിസിസ് റിസീവ് ചെയ്യുന്നതാണ്. ദിസ് typically includes dialysis treatments and other medical services provided in outpatient dialysis centers or clinics. It allows patients to receive ongoing care while maintaining a level of independence and quality of life. അതായത് അവർക്ക് അവരുടെ നിയർ ആൻഡ് ഡിയർ വൺസിൽ നിന്നൊന്നും വിട്ടു നിൽക്കാതെ, ഫാമിലിയിൽ നിന്ന് തന്നെ വിട്ടു നിൽക്കാതെ ആ ഒരു സോഷ്യൽ ലൈഫിൻ്റെ കൂടെ തന്നെ ഈ ഒരു ട്രീറ്റ്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഔട്ട് പേഷ്യൻറ്റ് സർവീസസ് അവൈലബിൾ ആവുന്നത്. സോ ESRD സർവീസസിൽ നമുക്ക് 90951 തൊട്ട് 90970 വരെയാണ് കോഡുകളുള്ളത്. പക്ഷേ ഇതിനെ ഒരു 3 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഇത് പറയുന്നത് മൂന്ന് സെറ്റ് ഓഫ് കാര്യങ്ങളാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ESRD ഔട്ട് പേഷ്യൻ്റ് തന്നെയാണ്. അവിടെ നമ്മൾ എത്ര നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് ഉണ്ട്, ഇൻട്രാക്ഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്, ഫേസ് ടു ഫേസ് വിസിറ്റിൻ്റെ കേസ് നോക്കിയിട്ടാണ് നമ്മൾ കോഡുകൾ എടുക്കുന്നത്. അത് 90951 തൊട്ട് 90962 വരെയുള്ള കോഡുകളാണ്. സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് 90963 തൊട്ട് 90966 വരെയുള്ള കോഡുകളാണ്. ഇവിടെ ഹോം ഡയാലിസിസിൻ്റെ കോഡുകളാണ് പറയുന്നത്. ESRD പേഷ്യൻ്റ് ആണ്, ഹോം ഡയാലിസിസ് ആണ് സർവീസ് ലഭിക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കോഡുകളാണ്. 90967 തൊട്ട് 90970 വരെയുള്ളത് പെർ ഡേ സർവീസിനുള്ള കോഡുകളാണ്. ഇതെന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ 3 സെറ്റായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫാണ്. കോഡ്സ് 90951 to 90962 ആർ റിപ്പോർട്ടഡ് വൺസ് പെർ മന്ത് ടു ഡിസ്റ്റിങ്ക്വിഷ് ഏജ് സ്പെസിഫിക് സർവീസസ് റിലേറ്റഡ് ടു ദി പേഷ്യൻസ് ESRD പെർഫോംഡ് ഇൻ ആൻ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ് വിത്ത് 3 ലെവൽസ് ഓഫ് സർവീസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് വിസിറ്റ്. അപ്പോൾ കോഡ് 90951 തൊട്ട് 962 വരെ ഉള്ളത് ഒരു ഫുൾ മന്തിൽ വൺസ് ആണ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് ബേസ് ചെയ്യുന്നത് ഏജ് സ്പെസിഫിക് ആണ്, ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കും. അതുപോലെ തന്നെ എത്ര ഫേസ് ടു ഫേസ് വിസിറ്റ് നടന്നിട്ടുണ്ട് ഈ ഒരു മന്തിൽ എന്ന് നോക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ മന്ത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇപ്പം
ഒരു കംപ്ലീറ്റ് മന്ത്, ഇപ്പോൾ മാർച്ച് ആണെങ്കിൽ March 1 to March 30 അല്ല 1 മന്ത് എന്ന് പറയുന്നത്, 30 days ഓഫ് ഡയാലിസിസ് ആണ്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്ന Day 1 തൊട്ട് Day 30th വരെയാണ് നമ്മൾ 1 മന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിപ്പോൾ March 15-നായിരിക്കും ചിലപ്പോൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതാണ് 15 ആണ് Day 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് എന്നാണോ ഡയാലിസിസിൻ്റെ 30th ഡേ, March 15 തൊട്ടിട്ടുള്ള 30th ഡേ ആണ് നമ്മൾ 1 മന്തായിട്ട് കൺസിഡർ ചെയ്യുക. അല്ലാതെ March 1 to 30 അല്ല 1 മന്ത് എന്ന് പറയുന്നത്. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ ടു നെക്സ്റ്റ് 30 days ആണ് നമ്മൾ 1 മന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ESRD പെർഫോംഡ് ഇൻ ആൻ ഔട്ട് പേഷ്യൻറ്റ് സെറ്റിംഗ് വിത്ത് 3 levels ഓഫ് സർവീസസ് എന്ന് പറയുന്നുണ്ട്. ഈ 3 levels ഓഫ് സർവീസസ് എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങൾ അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കോഡ് ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. ന്യൂട്രീഷൻ, ഗ്രോത്ത്, ഡെവലപ്മെൻ്റ് ഒക്കെയാണ് പറയുന്നത്. സോ അതാണ് ഈ 3 levels ഓഫ് സർവീസസ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്, ESRD related services by a physician or other qualified healthcare professional include establishment of a dialysis cycle, outpatient evaluation and management of the dialysis visit, telephone calls and patient management during the dialysis provided during a full month in the circumstances in which the patient has had a complete assessment visit during the month and services are provided over a period of less than a month. 90951 to 90962 may be used according to the number of visits performed. അപ്പോൾ ഇവിടെ ഫുൾ മന്തിൽ വൺസ് റിപ്പോർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് മന്തും, അതായത് ചില ആളുകൾക്ക് 30 days ഡയാലിസിസ് ആവശ്യമായിട്ട് വരണമെന്നില്ല. അങ്ങനെയുള്ള കേസുകളിൽ എത്ര നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് വിസിറ്റ് ഡോക്ടറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോഡുകൾ എടുക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫാണ്, കോഡ്സ് 90963 to 90966 are reported once per month for a full month of service to distinguish age-specific services for ESRD service for home dialysis patients ആണ്. 90963 തൊട്ട് 90966 വരെയുള്ളത് ഹോം ഡയാലിസിസിനുള്ള കോഡുകളാണ്. ESRD ഉള്ള പേഷ്യൻ്റ് ആണ്. ചില ആളുകൾക്ക് ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഹോം ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യും. അതും ഔട്ട് പേഷ്യൻ്റ് ESRD സർവീസാണ്. ഇതും ഏജ് സ്പെസിഫിക് ആണ്. അതായത് അതുപോലെ തന്നെ വൺസ് പെർ മന്ത് മാത്രമേ നമ്മളിത് കോഡ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ഫേസ് ടു ഫേസ് വിസിറ്റ് ഒന്നും നോക്കിയിട്ടല്ല കോഡ് കൊടുക്കുക, വൺസ് പെർ മന്ത് കോഡാണ് കൊടുക്കുക. നെക്സ്റ്റ് വൺ, for ESRD and non-ESRD dialysis services performed in an inpatient setting and for non-ESRD dialysis service performed in an outpatient setting, see 90935 to 937 and 945 to 947. നമ്മൾ ഓൾറെഡി ഹീമോഡയാലിസിസും മിസലേനിയസ് ഡയാലിസിസ് പ്രൊസീജിയേഴ്സൊക്കെ പറഞ്ഞതാണ്. അവിടെയാണ് ESRD ആൻഡ് നോൺ ESRD ഇൻപേഷ്യൻറ്റും നോൺ ESRD ഔട്ട് പേഷ്യൻറ്റിനുള്ള കോഡെന്ന് നമ്മൾ ഓൾറെഡി ആദ്യമേ പറഞ്ഞതാണ്. സോ അതിന് പ്രീവിയസ് വീഡിയോ നോക്കിയാൽ മതി. നെക്സ്റ്റ് പാരഗ്രാഫ്, കോഡ്സ് 90967 to 90970 are reported to distinguish age-specific services for ESRD service for less than a full month of service per day for services provided under the following circumstances: transient patients, partial month where there was one or more face-to-face visit without the complete assessment, the patient was hospitalized before a complete assessment was furnished, dialysis was stopped due to recovery or death, or the patient received a kidney transplantation. For reporting purpose, each month is considered 30 days. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു 3 സെറ്റ് ഓഫ് കോഡുകളാണുള്ളത്. അതിലെ ലാസ്റ്റ് സെറ്റാണ് 90967 to 90970. ഈ കോഡുകൾ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യൻ്റ് ESRD തന്നെയാണ്. ഈ ഫുൾ മന്ത് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സർവീസുകൾ ഉണ്ടാവും. അതായത് ട്രാൻസിയൻറ്റ് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ എയ്തർ പേഷ്യൻറ്റിന് ഡെത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഡയാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ റിക്കവറി വരുന്നത് കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടന്ന് അങ്ങനെയുള്ള പല കേസുകൾ വരുന്ന സർക്കംസ്റ്റൻസൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഏത് കേസാണെങ്കിലും ചിലപ്പോൾ ഫുൾ മന്ത് 30 ഡേയ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ പെർ ഡേ, അതായത് ഡെയിലി കോഡുകൾ കൊടുക്കുകയാണ്. പെർ ഡേക്കാണ് കോഡ് കൊടുക്കുക. അപ്പോൾ ആ കോഡുകളാണ് 90967 to 90970 എന്ന് പറയുന്നത്. ഈ ഒരു ഡയാലിസിസിൻ്റെ സെക്ഷനിൽ ആകെ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവുന്ന ഒരു സെക്ഷനാണ് 90967 to 90970 എന്ന് പറയുന്നത്. ഇവിടെ ഏജ് സ്പെസിഫിക് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് 7 days ഓഫ്
ഡയാലിസിസ് കിട്ടി എന്ന് പറയുമ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് ഈ കോഡുകളുടെ കൂടെ *7 കൊടുക്കാവുന്നതാണ്, പെർ ഡേ സർവീസസ് ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് കോഡുകൾ നോക്കാം. ഔട്ട് പേഷ്യൻറ്റ് ESRDയിലെ ഫേസ് ടു ഫേസ് വിസിറ്റ് സർവീസസ് ആണ് 90951 to 90962 വരെയുള്ള കോഡുകൾ. So 90951 end stage renal disease related services monthly for patient younger than 2 years of age to include monitoring for the adequacy of nutrition, assessment of growth and development and counseling of parents with 4 or more face-to-face visits by a physician or other qualified healthcare professional per month ആണ്. അപ്പോൾ ഇവിടെ ESRD സർവീസ് മന്ത്ലി ആണ്, 2 years ഏജ്, പേഷ്യൻറ്റിൻ്റെ ഏജ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കണം. അതുപോലെ തന്നെ 90951 പറയുന്നത് 4 or more ഫേസ് ടു ഫേസ് വിസിറ്റ് ആണ്. 90952 പറയുന്നത് 2 years ഓഫ് യങ്ങർ ദാൻ 2 years ആണ്, വിത്ത് 2 to 3 ഫേസ് ടു ഫേസ് വിസിറ്റ് ആണ്. 90953 1 ഫേസ് ടു ഫേസ് വിസിറ്റ് ആണ് പറയുന്നത്. ഏജ് എന്ന് പറയുന്നത് 2 yearsന് താഴെയാണ്. നെക്സ്റ്റ് സെറ്റ് ഓഫ് കോഡ് എന്ന് പറയുന്നത് 90954, 955, 956 ആണ്. ഇവിടെ 2 to 11 years ഓഫ് ഏജ് ആണ് പറയുന്നത്. 90954 4 or more ഫേസ് ടു ഫേസ് വിസിറ്റ് ആണ്. 955 2 to 3 ഫേസ് ടു ഫേസ് വിസിറ്റും 956 1 ഫേസ് ടു ഫേസ് വിസിറ്റും ആണ് പറയുന്നത്. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 90957, 958, 959 ആണ്. ഇവിടെ 12 to 19 years ഓഫ് ഏജ് ആണ് പറയുന്നത്. അതിൽ തന്നെ 957 എന്ന് പറയുമ്പോൾ 4 or more ഫേസ് ടു ഫേസ് വിസിറ്റ്, 958 2 to 3 959 1 ഫേസ് ടു ഫേസും ആണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കോഡുകൾ എടുക്കുമ്പോൾ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക, എത്ര നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് വിസിറ്റ് ആണ് ഉള്ളത് എന്ന് നോക്കുക, അപ്രോപ്രിയേറ്റ് കോഡുകൾ എടുക്കുക. നെക്സ്റ്റ് സെറ്റ് ഓഫ് കോഡ് എന്ന് പറയുന്നത് 90960, 961, 962 ആണ്. ഇവിടെ 20 years ഓഫ് ഓൾഡർ ആണ് പറയുന്നത്. 20 yearsഉം ഓൾഡർ ദാൻ 20 years ആണെങ്കിൽ 4 or more ഫോർ ഫേസ് ടു ഫേസ് വിസിറ്റ് ആണെങ്കിൽ 90960, 90961 വരുമ്പോൾ 2 to 3 ഫേസ് ടു ഫേസ് വിസിറ്റും 90962 എന്ന് പറയുന്നത് 1 ഫേസ് ടു ഫേസ് വിസിറ്റും ആണ്. സോ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് വിസിറ്റ് നോക്കുക. അതുപോലെ ഫുൾ മന്ത് എന്ന് പറയുന്നത് 30 days ആണ്. അത് day 1 ഓഫ് ഡയാലിസിസ് ടു ദി 30th day ആണ്, അല്ലാതെ കംപ്ലീറ്റ് മന്ത് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. അതുപോലെ തന്നെ റിപ്പോർട്ട് വൺസ് പെർ മന്ത് ആണ്. ഒരു മന്തിൽ ഒരു പ്രാവശ്യമേ ഈ കോഡുകൾ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഫുൾ മന്ത് കംപ്ലീറ്റ് ചെയ്യാത്ത കേസിൽ നമ്മൾ നമ്പർ ഓഫ് ഫേസ് ടു ഫേസ് വിസിറ്റ് നോക്കുക, അതുപോലെ ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കുക. നെക്സ്റ്റ് ഹോം ഡയാലിസിസിൻ്റെ കോഡുകളാണ് നോക്കുന്നത്. ഈ ഹോം ഡയാലിസിസും ഹീമോ ഡയാലിസിസും മാറിപ്പോകരുത് കേട്ടോ. 90963 to 90966 ആണ് കോഡുകൾ വരുന്നത്. 90963 എന്ന് പറയുന്നത് ESRD റിലേറ്റഡ് സർവീസസ് ഫോർ ഹോം ഡയാലിസിസ് പെർ ഫുൾ മന്ത് ഫോർ പേഷ്യൻസ് യങ്ങർ ദാൻ 2 years ഓഫ് ഏജ്, ഇൻക്ലൂഡിംഗ് മോണിറ്ററിംഗ് ഫോർ ദി അഡിക്വസി ഓഫ് ന്യൂട്രീഷൻ, അസസ്മെൻറ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് കൗൺസിലിംഗ് ഓഫ് പാരൻസ് ആണ്. അപ്പോൾ ഇവിടെ ESRD പേഷ്യൻറ്റിന് ഹോം ഡയാലിസിസ് ആണ് 2 yearsന് താഴെയുള്ള കുട്ടികളിലാണ് പറയുന്നത്. 90964 വരുമ്പോൾ 2 to 11 years ഓഫ് ഏജ് ആണ് പറയുന്നത്. 90965 എന്ന് പറയുന്നത് 12 to 19 years ഓഫ് ഏജ് ആണ് പറയുന്നത്. ഇനി 90966 എന്ന് പറയുന്നത് ESRD സർവീസസ് ഫോർ ഹോം ഡയാലിസിസ് ആണ്. ഏജ് ഓഫ് ദി പേഷ്യൻ്റ് എന്ന് പറയുന്നത് 20 years ഓഫ് ഏജ് ഓർ ഓൾഡർ ആണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കണം. അതുപോലെ തന്നെ ഫുൾ മന്തിൽ നമ്മൾ റിപ്പോർട്ടഡ് ഓൺലി വൺസ് ആണ്, ഒരു പ്രാവശ്യം മാത്രമേ ഈ കോഡുകൾ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഫേസ് ടു ഫേസ് വിസിറ്റ് ഒന്നും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് പെർ ഡേ സർവീസസിൻ്റെ കോഡാണ്, ദാറ്റ് ഇസ് ഡയാലിസിസ് ലെസ് ദാൻ ഫുൾ മന്ത് വരുന്ന കേസിൽ. സോ 90967 to 90970 ആണ് കോഡ് റേഞ്ച് വരുന്നത്. സോ 90967 എന്ന് പറയുന്നത് ESRD റിലേറ്റഡ് സർവീസസ് ഫോർ ഡയാലിസിസ് ലെസ് ദാൻ എ ഫുൾ മന്ത് ഓഫ് സർവീസ് പെർ ഡേ ഫോർ പേഷ്യൻസ് യങ്ങർ ദാൻ 2 years ഓഫ് ഏജ് ആണ്. അപ്പോൾ എല്ലാ കോഡുകളിലും എന്താണ് ESRD സർവീസ് ലെസ് ദാൻ ഫുൾ മന്ത് ആണ്, പെർ ഡേ സർവീസ് ആണ്. ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് നോക്കിയിട്ടാണ് കോഡുകൾ മാറുന്നത്. 90967 യങ്ങർ ദാൻ 2 years ഓഫ് ഏജ് ആണ്. 90968 2 to 11 years ഓഫ് ഏജ് ആണ്. 90969 12 to 19 years ഓഫ് ഏജ് ആണ്. 90970 എന്ന് പറയുന്നത് 20 years ഓഫ് ഏജിന് ഓൾഡർ ആണ്.
ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻ്റ് 13 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. പെർ ഡേ സർവീസസിന് വരികയാണ്, ഒരു 7 days ഡയാലിസിസ് എടുത്തു എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരികയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ 90969 ഇൻറ്റു 7 ആണ് നമ്മൾ കൊടുക്കുക. അതായത് 7 daysന് നമുക്ക് പെർ ഡേ 1 ഡേക്ക് 90969 എന്നുള്ള രീതിയിൽ 13 year old ആയതുകൊണ്ട് 12 to 19 ഇൻ ബിറ്റ്വീൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് 90969 ഇൻറ്റു 7 കൊടുക്കാം. ഈ ഒരു സെക്ഷൻ ഓഫ് കോഡുകളുടെ കൂടെ മാത്രമേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ കോഡുകളും വൺസ് പെർ മന്ത് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുള്ളതാണ്. ESRD റിലേറ്റഡ് സർവീസസ് ആർ ഇനീഷ്യേറ്റഡ് ഓൺ July 1 ഫോർ എ 57-year-old male. On July 11, he is admitted to the hospital as an inpatient and is discharged on July 27. He has had a complete assessment and the physician or other qualified healthcare professional has performed 2 face-to-face visits prior to the admission. Another face-to-face visit occurs after discharge during the month ആണ്. അപ്പോൾ ഇവിടെ July 1 പേഷ്യൻറ്റിന് ESRD സർവീസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. July 11 പേഷ്യൻ്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റഡായി 27 ഡിസ്ചാർജ് ആവാണ് ചെയ്തിട്ടുള്ളത്. ലെസ് ദാൻ ഫുൾ മന്ത്, ഒരു മന്താണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്തിൽ തന്നെ അഡ്മിഷന് മുന്നേ ഒരു 2 face-to-face വിസിറ്റും ഡിസ്ചാർജിന് ശേഷം ഒരു 1 face-to-face വിസിറ്റും പറയുന്നുണ്ട്. സോ ഇൻ ദിസ് എക്സാമ്പിൾ 90961 ഇവിടെ ഏജ് ഓഫ് ദി പേഷ്യൻ്റ് എന്ന് പറയുന്നത് 57-year-old ആണ്. 90961 ഇസ് റിപ്പോർട്ടഡ് ഫോർ 3 face-to-face ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ്സ് ആണ്. അപ്പോൾ ഔട്ട് പേഷ്യൻറ്റ് വിസിറ്റ് എന്ന് പറയുമ്പോൾ അഡ്മിഷന് മുന്നേയും അഡ്മിഷന് ശേഷമുള്ളതാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ടൈമിൽ July 11 തൊട്ട് 27 വരെയുള്ള സമയത്ത് കിട്ടിയതെല്ലാം ഇൻ പേഷ്യൻറ്റ് സർവീസസ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഏതാണ് ക്വസ്റ്റ്യനിലുള്ളതെന്ന് നോക്കുക. അതായത് ഔട്ട് പേഷ്യൻറ്റ് ESRD സർവീസ് ആണോ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്, ഇൻ പേഷ്യൻറ്റ് സർവീസ് ആണോ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് എന്ന് നോക്കിയിട്ട് വേണം കോഡുകൾ എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് ESRD റിലേറ്റഡ് സർവീസസ് ഫോർ ദി ഹോം ഡയാലിസിസ് പേഷ്യൻറ്റ്. ESRD services are initiated on July 1 for a 57-year-old male. On July 11, he is admitted to the hospital as an inpatient and discharged on July 27 ആണ്. അപ്പോൾ ESRD പേഷ്യൻറ്റിന് ഹോം ഡയാലിസിസ് എന്ന് സ്റ്റാർട്ട് ചെയ്തത് July 1 July 11 ആയപ്പോൾ ഇൻപേഷ്യൻ്റ് ആയിട്ട് അഡ്മിറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ESRD ഹോം സർവീസസ് July 1 to July 10 ആണ് പറയുന്നത്. സോ 10 daysലാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്താ, ഒരു കംപ്ലീറ്റ് ഫുൾ മന്ത് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ മുകളിലെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്, ഇഫ് ദ പേഷ്യൻറ്റ് ഡിഡ് നോട്ട് ഹാവ് എ കംപ്ലീറ്റ് അസസ്മെൻറ്റ് ഡ്യൂറിങ് ദി മന്ത് ഓർ വാസ് എ ട്രാൻസിയൻറ്റ് ഓർ ഡയാലിസിസ് വാസ് സ്റ്റോപ്പ് ഡ്യൂ ടു റിക്കവറി ഓർ ഡെത്ത്, 90970 വുഡ് ബി യൂസ്ഡ് ടു റിപ്പോർട്ട് ഈച്ച് ഡേ ഔട്ട്സൈഡ് ദ ഇൻപേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസേഷൻ ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ഹോം ഡയാലിസിസ് എക്സാമ്പിൾ ബിലോ എന്നുള്ളത്. അതായത് ഇവിടെ പേഷ്യൻറ്റിന് July 1 സ്റ്റാർട്ട് ചെയ്തു, July 11 ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, July 27 ആണ് ഡിസ്ചാർജ് ആവുന്നത്. അതായത് 1 to 10 July 1 to 10 days മാത്രമേ അവിടെ നമ്മൾ ജൂലൈ അല്ല കണക്കാക്കുന്നത്. പക്ഷേ July 1 ആണ് ഫസ്റ്റ് ഡേ ഓഫ് ഡയാലിസിസ് വരുന്നത്. സോ July 10 10 days ആവുള്ളൂ. അപ്പോൾ അതൊരു കംപ്ലീറ്റ് മന്ത് ആവാത്തത് കൊണ്ട് തന്നെ നമുക്ക് 90970 ഇൻറ്റു 10 എന്നുള്ളത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 1 മന്ത് ആണെങ്കിലും ഹോം ഡയാലിസിസിൻ്റെ കേസായാലും പെർ ഡേ സർവീസാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് കോഡുകൾ മൾട്ടിപ്ലൈ ആവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ ആവശ്യമാണ് എങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. താങ്ക് യു.